നമ്മൾ ഓഷൻ തെർമൽ എനർജി സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഓഷൻ തെർമൽ എനർജി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓഷനിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് യൂട്ടിലൈസ് ചെയ്ത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുക. അതായത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഓഷൻ തെർമൽ എനർജി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് വാട്ടർ വാമും ഡീപ്പറിലേക്ക് പോകുമ്പോഴത്തേക്ക് കോൾഡ് വാട്ടറുമാണുള്ളത്. ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത്. എ മിനിമം ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് ഈസ് റിക്വയർഡ് ഫോർ ദി പ്രാക്ടിക്കൽ എനർജി കൺവേർഷൻ. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് മൂന്നായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ സൈക്കിൾ, ക്ലോസ്ഡ് സൈക്കിൾ ആൻഡ് ഹൈബ്രിഡ് സൈക്കിൾ. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഓപ്പൺ സൈക്കിൾ, ഓൾസോ നോൺ ആസ് ക്ലൗഡി സൈക്കിൾ. ഇവിടെ പ്രോസസ്സ് നടക്കുമ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ഇവാപ്പറേറ്റർ ഉണ്ടാവും, ഒരു കണ്ടൻസർ ഉണ്ട്, ടർബൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർഫസ് ഓഷനിലെ സർഫസ് ലെവലിലുള്ള വാം വാട്ടറിനെ ഡീഎയറേറ്റ് ചെയ്ത് ഫ്ലാഷ് ഇവാപ്പറേറ്റർ കൂടെ പാസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റീം യൂസ് ചെയ്തിട്ട് ഫ്ലാഷ് ഇവാപ്പറേറ്റർ കൂടെ പാസ് ചെയ്ത സ്റ്റീം ആക്കി ആ സ്റ്റീം യൂസ് ചെയ്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ടർബൈനിൻ്റെ അവിടെ എത്തുന്ന സ്റ്റീം കണ്ടൻസേറ്ററിൽ കൂടെ കണ്ടൻസ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ലോ ആക്കി നമ്മൾ സീയിലേക്ക് തന്നെ ഓഷനിലേക്ക് തന്നെ വീണ്ടും പാസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്യാൻ ആവശ്യമായ ടെമ്പറേച്ചർ, അതായത് കോൾഡ് ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഷൻ്റെ ഡെപ്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് തവണ ഇവിടെ വാം വാട്ടർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ വാം വാട്ടർ ഫ്ലാഷ് വാപ്പറേറ്റീവ് കൂടെ പാസ് ചെയ്ത് സ്റ്റീം ടർബൈനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് കണ്ടൻസേറ്റഡ് ആൻഡ് ഫെഡ് ബാക്ക് ടു ദി സർഫസ് ഓഫ് ദി ഓഷൻ. ഇതാണ് നമ്മുടെ ഓപ്പൺ സൈക്കിളിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ സൈക്കിളിനകത്ത് നടക്കുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാം വാട്ടർ ഫ്രം ദി ഓഷൻ സർഫസ് ഈസ് ഫ്ലാഷ് ഇവാപ്പറേറ്റഡ് അണ്ടർ പാർഷ്യൽ വാക്വം. ലോ പ്രഷർ സ്റ്റീം ഈസ് ഒബ്റ്റെയിൻ സെപ്പറേറ്റഡ് ആൻഡ് പാസ്ഡ് ത്രൂ ദി ടർബൈൻ ടു എക്സ്ട്രാക്ട് എനർജി. അപ്പോൾ അതിനുശേഷം കണ്ടൻസ് ചെയ്യുന്ന വാട്ടറിന് കണ്ടൻസ് ചെയ്ത് വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് ക്ലോസ്ഡ് സൈക്കിൾ. ക്ലോസ്ഡ് സൈക്കിൾ അല്ലെങ്കിൽ ആൻഡേഴ്സൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെയും പ്രോസസ്സ് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ടൊരു ലിക്വിഡ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ വേപ്പർ ആവുന്ന ലിക്വിഡ്, അത് പ്രൊപ്പൈൻ, അമോണിയ, ഫ്രിയോൺ പോലെയുള്ള ലിക്വിഡാണ് നമ്മുടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ ഹീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ വേപ്പറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഷൻ സർഫസിലുള്ള വാം വാട്ടർ തന്നെയാണ്. ഇവിടെ ഒരു ബോയിലർ ഉണ്ടാവും, ഒരു കണ്ടൻസർ ഉണ്ടാവും. സർഫസിലുള്ള വാം വാട്ടർ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ പാസ് ചെയ്യുന്നു. അവിടെ നമ്മുടെ ലിക്വിഡ്, നമ്മുടെ ഫ്യൂവലായിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൈനോ അമോണിയോ ഫ്രിയോണോ ആയിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്ന് വേപ്പറൈസ് ആവുന്നതാണ്. അത് പെട്ടെന്ന് നമ്മൾ ഈ വാം വാട്ടർ പാസ് ചെയ്യുമ്പോൾ വേപ്പറായിട്ട് ആ വേപ്പർ യൂസ് ചെയ്ത് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസറിൽ കൂടെ പാസ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് വീണ്ടും ഈ ലിക്വിഡ് തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ക്ലോസ്ഡ് സൈക്കിളാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിനകത്ത് ഓപ്പൺ സൈക്കിളാണ്. വാട്ടർ തിരിച്ച് ഓഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ലിക്വിഡ് ക്ലോസ്ഡ് സൈക്ലിക്കായിട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കൂൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ലിക്വിഡ് വേപ്പറിനെ കണ്ടൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാം വാട്ടർ നമ്മൾ ഓഷൻ ഡെപ്തിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ആൻഡേഴ്സൺ സൈക്കിൾ അഥവാ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹൈബ്രിഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഹൈബ്രിഡ് സൈക്കിളിനകത്ത് ഓപ്പൺ സൈക്കിളിൻ്റെയും ക്ലോസ്ഡ് സൈക്കിളിൻ്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇവിടെയും നമുക്കൊരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. കോമ്പിനേഷനകത്ത് വരുന്ന കാര്യങ്ങൾ പറയാം. കമ്പോണൻസ് എല്ലാം സെയിം തന്നെയാണ്. വാം വാട്ടർ, തേർഡ് പോയിന്റ്, ഹൈബ്രിഡ് OTC സിസ്റ്റം വാം സീ വാട്ടർ enters the vacuum chamber where it is flash evaporated into steam. ഫ്ലാഷ് ഇവാപ്പറേഷൻ ആണ് ഓപ്പൺ സൈക്കിളിനകത്ത് നടക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് ഹൈബ്രിഡ് സൈക്കിളിനകത്ത് നടക്കുന്നത്. വാം സീ വാട്ടറിനെ വാക്വം ചേമ്പറിൽ കൂടെ ഫ്ലാഷ് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ആ സ്റ്റീം യൂസ് ചെയ്തിട്ട് നമ്മളെ വർക്കിംഗ് ഫ്ലൂയിഡിനെ വേപ്പറൈസ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ്ഡ് സൈക്കിളിനകത്ത് നമ്മുടെ കോൾഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ഫ്ലൂയിഡിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഫ്ലാഷ് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആ
വേപ്പർ ചെയ്യുന്നതാണ്. ആ ഫ്ലാഷ് ഇവാപ്പറേറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ഫ്ലൂയിഡിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ആ വർക്കിംഗ് ഫ്ലൂയിഡ് സ്റ്റീമിനെ, വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്റ്റീം, അത് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമോണിയ വേപ്പറോ പ്രൊപ്പെയിനോ ഫ്രിയോണോ വേപ്പർ ആയിരിക്കും. അത് ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അതിനെ കണ്ടൻസ് ചെയ്ത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹൈബ്രിഡ് സൈക്കിളിനകത്ത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഓപ്പൺ സൈക്കിളിനെ ക്ലോസ്ഡ് സൈക്കിളിനെയും കൂടെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്സ് അടയാളപ്പെടുത്തണം. സിംഗിളായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ OTC സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, OTC എന്ന് പറയുന്നത് റിന്യൂവബിൾ ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്, പൊല്യൂഷൻ ഇല്ല. സോളാറിനെയും ഒക്കെ പോലെ അത് സീസണൽ അല്ല. സോളാർ എന്ന് പറയുന്നത് സൺലൈറ്റ് ഉള്ളപ്പോൾ മാത്രമാണ്. വിൻഡ് എന്ന് പറയുന്നത് കാറ്റടിക്കുന്ന ആ ഒരു പ്രത്യേക സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സീസൺ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സീസൺ അഫക്ഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നത് OTC എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറവാണ്. OTC യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ വഴി ഹൈഡ്രജൻ പ്രൊഡക്ഷന് യൂസ് ചെയ്യാം. ഏത് ഫീൽഡിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. ഇപ്പം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ലോ എഫിഷ്യൻസിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറിയ സ്മാൾ പ്ലാന്റ്സിനൊന്നും എക്കണോമിക്കബിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് അല്ല OTC എന്ന് പറയുന്നത്. പിന്നീടുണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൾഡ് വാട്ടറും സീ വാട്ടറും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രോസസ്സ് നടക്കുന്ന സമയത്തേക്ക് കോൾഡ് വാട്ടർ എടുക്കുന്നു, അതിനെ ഫെഡ് ബാക്ക് ടു സർഫസിലേക്ക് കൊണ്ടുവരുന്നു, ഡീപ്പ് ഓഷനിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മളെ ഫിഷസിൻ്റെയൊക്കെ എഗ്സിനെയും ലാർവയൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ pH വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വേരിയേഷൻ, അതിൻ്റെ അളവിന് വേരിയേഷൻ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മളെ എൻവയോൺമെൻറ്റൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ഒന്ന് ബയോഫൂളിംഗ് എന്ന് പറയുന്നത്. ബയോഫൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഇതിൻ്റെ പൈപ്പിലും കാര്യങ്ങളിലൊക്കെ മൈക്രോ ഓർഗാനിസംസും ഫംഗസ്, ആൽഗേസ് ഒക്കെ വളരുന്നതിനാണ് ബയോഫൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോഫൂളിംഗ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൈപ്പിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കുറയും, അതിൻ്റെ എഫിഷ്യൻസിയൊക്കെ കുറയുന്നു. ഓക്കെ, ഡെപ്പോസിഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻസൈഡ് ദ പൈപ്പ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ് കണ്ടൻസർ ഹീറ്റ് എക്സ്ചേഞ്ചസ് ഈസ് നോൺ ആസ് ബയോഫൂളിംഗ്. അപ്പം അതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളും കുറയുന്നു. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആൻറ്റി യൂസ് ചെയ്യാം, ടെക്നിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, UV റേഡിയേഷൻസ് യൂസ് ചെയ്യാം, പെയിൻസ്, അതൊന്നും പറ്റി പിടിക്കാതിരിക്കാനുള്ള പെയിൻസും കാര്യങ്ങളൊക്കെ അടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ OTC പ്ലാന്റ്സിനെ പറ്റിയുള്ള മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്: ഓപ്പൺ സൈക്കിൾ, ക്ലോസ്ഡ് സൈക്കിൾ ആൻഡ് ഹൈബ്രിഡ് സൈക്കിൾ. അതിൻ്റെ ഫിഗർ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, പിന്നെ ബയോഫൂളിംഗ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓഷനിലുള്ള ഏത് കാര്യങ്ങളിലും പൈപ്പിലൊക്കെ കയറി ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. ഓക്കെ.